അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. ഷോളയൂർ ജിൻസി നിവാസിൽ റെജി മാത്യു, ആലപ്പുഴ കട്ടണം ഹരണിക്കാവ് മഠത്തിൽ പുത്തൻതറയിൽ വിഷ്ണുദാസ് എന്നിവരെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ റിമാൻഡ് ചെയ്തത്. വാഹനത്തിന് കല്ലെറിഞ്ഞ് കേടുപാട് വരുത്തുകയും ചില്ല് പൊട്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യുവാവിനെ പിടിച്ചുകെട്ടിയതെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. എന്തു തന്നെയായാലും 19 വയസ്സായ കുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് കോടതി ചോദിച്ചു. പോലീസും സംവിധാനവുമില്ലേ? 2 ഗടാഗടിയന്മാർ 19 വയസ്സുകാരനെ പിടിച്ചുകെട്ടി ക്രൂരമായി മർദ്ദിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ജൂൺ 11 വരെ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. ഈ കേസിൽ ഇത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊന്നും കേൾക്കാത്ത പോലും ഉള്ള ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവമാണ്. ഒരാളെ കയറിൽ കെട്ടിയിട്ട് ഒരു പോസ്റ്റിനോട് ചേർത്ത് കെട്ടിയിട്ട് അയാളെ ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളത്. മാത്രവുമല്ല അദ്ദേഹത്തിനെ അർദ്ധനഗ്നനാക്കി പരേഡ് നടത്തിയെന്ന് കൂടെ റിപ്പോർട്ടിൽ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതികൾ വളരെ ക്രൂരമായാണ് അയാളെ മർദ്ദിച്ചിട്ട് ഉള്ളത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 15 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് പ്രകാരം പ്രതികളുടെ 2ാം പ്രതിയുടെ പേരിൽ 2 കേസുണ്ട്. ആംസ് ആക്ട് പ്രകാരവും അതുപോലെ തന്നെ കളവിനും മറ്റ് ഹർട്ട് കേസുകളും വേറെ നിലവിലുണ്ട് എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ജാമ്യാപേക്ഷ ഇനിയിപ്പോൾ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 3-ാം തീയതി അന്യായക്കാരനെ കേൾക്കണം. ഈ SC നിയമത്തിൻ്റെ പ്രത്യേകത പ്രകാരം ഏത് അപേക്ഷ വന്നാലും പരാതിക്കാരനെ കേൾക്കേണ്ടതുണ്ട്. അതായത് റൈറ്റ് ഓഫ് വിക്റ്റിമാണ്. ആ റൈറ്റ് ഓഫ് വിക്റ്റിം എന്ന നിലയ്ക്ക് പരാതിക്കാരനെ കേട്ടതിന് ശേഷം മാത്രമേ ജാമ്യം പരിഗണിക്കുകയുള്ളൂ. പരാതിക്കാരനെ കേൾക്കാൻ വേണ്ടി 3-ാം തീയതിക്ക് വെച്ചിട്ടുണ്ട്. അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നിലവിൽ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെ ക്രൂരമായി അതായത് നിയമം സ്വയം കൈകാര്യം ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഈ രീതിയിൽ ക്രൂരമായി ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പൊതുജനങ്ങൾ കാണുകയെ ഒരു പോസ്റ്റിൽ കെട്ടിയിട്ട് അടിക്കുകയുണ്ടായിട്ടുള്ളത്. കയറുപയോഗിച്ച് കെട്ടിയിട്ട് അടിക്കുകയുണ്ടായിട്ടുള്ളതെന്നാണ് പ്രതികൾക്കെതിരെയുള്ള ആരോപണം. അത് തികച്ചും ഒരിക്കലും കേൾക്കാത്ത ഒരു സംഭവമല്ല. ഒരാളെ റോഡിൻ്റെ സൈഡിൽ ഷർട്ട് അഴിച്ച് കെട്ടിയിട്ട് മർദ്ദിക്കുക, വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അയാൾ വീണു, അദ്ദേഹം റോഡിൽ തെന്നി വീണ ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാളെ ഒരു ഇലക്ട്രിക് പോസ്റ്റിന് കെട്ടിയിട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും വളരെ ഒരു ക്രൂരമായ ഒരു പെരുമാറ്റമാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. പാൽ കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനിന് മുൻപിലേക്ക് കാൽ തെന്നി വീണ അഗളി ചിറ്റൂർ ഉന്നതിയിലെ സിജുവിനെ പ്രതികൾ ചീത്ത വിളിക്കുകയും ഇതേ തുടർന്ന് സിജു കല്ലെടുത്തെറിഞ്ഞ് വാൻ കേടുവരുത്തുകയും ചെയ്തു. ഇതോടെ പ്രതികൾ സിജുവിനെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതായാണ് FIR. അരമണിക്കൂറിന് ശേഷം അതുവഴി വന്ന പരിചയക്കാരനാണ് സിജുവിനെ മോചിപ്പിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് മരുന്ന് നൽകി വിട്ടയച്ചിരുന്നു. എന്നാൽ അസ്വസ്ഥത കൂടിയതിനെ തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും ചികിത്സ തേടുകയായിരുന്നു. മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായത്. ബുധനാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കി. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.